ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തെണ്ടിപ്പറക്കി പോകുന്നത് എങ്ങോട്ടാ? അപ്പോൾ എനിക്കിന്ന് കുറച്ച് സ്റ്റിച്ചിങ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ വെച്ച് പിടിച്ചത് നമ്മുടെ പുത്തമ്പള്ളിയിലുള്ള ഫെജിയിലേക്കാണ്. A to Z ഐറ്റംസ് നമുക്ക് റേറ്റ് കുറവിന് കിട്ടാൻ തൃശ്ശൂർ ഇവിടെ അല്ലാണ്ട് വേറെ ഒരു പ്ലേസ് ഞാൻ കണ്ടിട്ടില്ല. അതൊരു ലോകമാണ്. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് എൻ്റെ വേഗം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനുള്ള ഐറ്റംസ് മാത്രമേ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് നെസ്റ്റോയിലേക്കാണ്. നെസ്റ്റോയിൽ ഇപ്പം കിഡിലൻ ഓഫർ നടക്കുന്നുണ്ട്. എന്താണ് ഓഫർ എന്നല്ലേ, A to Z സാധനങ്ങൾ അവിടെയുള്ള എല്ലാത്തിനും ഇപ്പോൾ ഓഫർ അവൈലബിൾ ആണ്. നമുക്ക് ഫുഡ് ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഓഫർ നടക്കുന്നുണ്ട്. ടിൽ നമ്മുടെ ഈ മാസം 30 വരെയാണ് ഓഫർ ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് ഒന്നും അധികമായിട്ട് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫർ വരും എന്നുള്ള കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ സ്വീറ്റ് ഐറ്റംസ്, കുനാഫ, പേസ്ട്രീസ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിക്കും. സംഭവം എനിക്ക് ഭയങ്കര വല്ലവേദന ആണെങ്കിലും മധുരമുള്ളത് കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു തരുമോ ഇത് വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അടിയായിരിക്കും ഞാൻ എപ്പോഴും. ഇത് കുനാഫയാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. നമ്മുടെ നെയ്ബർ ഉണ്ടാക്കുന്നുണ്ട് കുനാഫ. അവളുടെ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇതേപോലെ പുറത്തൊന്നും കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡെസേർട്ടാണ് കുനാഫ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരുപാട് ഫുഡ് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, നമ്മൾ കുറച്ച് ഫുഡൊക്കെ അവിടുന്ന് ഇങ്ങനെ വാങ്ങിച്ചു കേട്ടോ. നമ്മൾ പൈനാപ്പിൾ മറ്റേ മുളകും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു ഭാഗം എനിക്ക് ഇതൊക്കെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടാവുമല്ലോ, റെഡ് വെൽവെറ്റിൻ്റെ ഒക്കെ കേക്ക്സ് ഉണ്ടാവുമല്ലോ, വെറും കേക്ക് മാത്രം, ആ സ്പഞ്ച് മാത്രമായിട്ട് കിട്ടുമല്ലോ, അതൊക്കെ ഭയങ്കര ഓഫറിലാണ് കൊടുക്കുന്നത് കേട്ടോ. 99 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. ഇത് 35 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ നോർമലി ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് 55 രൂപയ്ക്കാണ്. ഇത് അവിടെ 35 രൂപയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നത്. വേറെ മാവിന് കംപ്ലയിൻസോ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. കേട് വന്നൊക്കെ ആണെങ്കിൽ പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലറ ഐറ്റംസൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. അതായത് ഓഫർ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചത്. ബക്ലാവയുടെ ഒരു കിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ട് വാങ്ങിച്ചത് മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് തേൻമിഠായി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പല്ലുവേദന എന്ന് വിചാരിച്ചിട്ട് മധുരം കഴിക്കുന്നതിന് ഒരു കുറവുമില്ല. തേൻമിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ എല്ലാതും ഇങ്ങനെ നടന്ന് കാണാനായിട്ട് ഒരു രസമാണ്. പിന്നെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ചീത്ത പറയും, അത് വേണോ, ആവശ്യമുള്ളതാണോ, ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. പിന്നെ എനിക്കിതൊക്കെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കും നമ്മുടെ പെണ്ണുങ്ങളല്ലേ, സ്വാഭാവികമായിട്ടുള്ള സ്വഭാവമാണ്, എല്ലാം അങ്ങ് പറക്കി കൂട്ടി വാങ്ങിക്കും. ആവശ്യമുണ്ടോ ഇല്ലേന്നൊന്നും നോക്കില്ല. ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തുള്ള കുറേ നൊസ്റ്റാൾജിയ വരുന്ന കുറേ ഐറ്റംസാണ് കേട്ടോ. അതൊരു സെഷനായിട്ട് അങ്ങനെ വെച്ചേക്കുക, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. നമ്മുടെ ജീരക മിഠായി, കളർ മിഠായി, പുളിമിഠായി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ വെജീസ്, ഫ്രൂട്ട്സൊക്കെയാണ്, അതൊക്കെ നമ്മൾ കുറച്ച് എടുത്തു കേട്ടോ. പിന്നെ ലെറ്റ്യൂസ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ, ബ്രോക്കോളി, അതൊക്കെ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്. ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാനും തോന്നും. അങ്ങനെ പിന്നെ ചെടികൾ, നല്ല മണി പ്ലാന്റൊക്കെ നല്ല ബുഷിയായിട്ട് വളർന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അത് പിന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചു. പിന്നെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ എല്ലാ പ്രാവശ്യം പോയാലും ഞാൻ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കും. എപ്പോഴും ചോദിക്കും എന്താണ് എനിക്ക് അവിടെ എന്ന്. കാര്യമൊന്നുമില്ല, എന്നാലും അതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു രസം. അപ്പോൾ നമ്മൾ നേരെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് വേഗം ബില്ല് ചെയ്യാണ് ചെയ്തത് കേട്ടോ. വല്ലാണ്ട് ഇന്നെ അവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാവും എന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും മറക്കണ്ട, ഈ മാസം 30 വരെ നമുക്ക് നെസ്റ്റോയിൽ ഓഫർ നടക്കുന്നുണ്ട്. എല്ലാവരും പോയി പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള കുറാഞ്ചേരി കയറിയിട്ട് നമ്മളൊരു ചായയൊക്കെ കുടിച്ച്, നല്ല ചൂട് ചായ, നല്ല മഴയും പഴംപൊരിയും. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ.